Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് 160.95 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഇപ്പോൾ 23,925 ലെവൽ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. വീക്ക്ലി ചാർട്ടിൽ നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലെവലാണ് 23,925 ലെവൽ. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. 23,767.45 ആണ് ലാസ്റ്റ് വീക്ക് ക്ലോസിംഗ്, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് ഒരു പുൾ ബാക്ക് പോലെ 23,925 ലെവൽ, ആ ഒരു ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് പോലെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ 23,928.40, അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കൃത്യമായ ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും ഒരു പ്രൈസ് റിജക്ഷൻ വരികയാണെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് ഫില്ലിംഗ് കാണാം. 160.95 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രൈസ് റിജക്ഷൻ 925 ലെവലിൽ നിന്നൊരു പ്രൈസ് റിജക്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഡയറക്ഷണൽ കൺഫർമേഷൻ, അതുപോലെ തന്നെ എൻട്രിക്കായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീക്ക്ലി ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ 123,925 ലെവലിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ്. എന്തായാലും 23,800 ലെവൽ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു ലെവൽ സപ്പോർട്ട് ലെവലായിട്ടും 23,925 ലെവൽ റെസിസ്റ്റൻസ് ലെവലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതിനുശേഷം ഡയറക്ഷണൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതിന് ശേഷം മാത്രമേ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മളൊരു 10 ട്രേഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയത് 6 ട്രേഡാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 ദിവസം നോ ട്രേഡ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്ത ട്രേഡുകൾ ഏകദേശം ഒരു 4 ട്രേഡ്സോളം നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു. പിന്നെ 2 ട്രേഡ്സിലാണ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. ചെറിയ പ്രോഫിറ്റ്സ് മാത്രമാണ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിലൊരു ട്രേഡ് ഒരു സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു ട്രേഡ് അത്യാവശ്യം കുറച്ച് പ്രോഫിറ്റ് വന്നൊരു ട്രേഡ് കൂടിയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീക്കിൽ നമുക്കൊരു 10 ട്രേഡ് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കൃത്യമായിട്ടുള്ള ട്രേഡ്സ് എടുക്കുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രീസാണ് നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നതും. അതുപോലെ മിനിമം ലോസിൽ എക്സിറ്റ് ചെയ്യാനും നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ഡയറക്ഷണൽ ട്രേഡ്സും ഡയറക്ഷണൽ കൺഫർമേഷനും അതിനുശേഷം എൻട്രീസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാതിന് ശേഷം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. 23,900 കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 23,900 കോൾ ഓപ്ഷൻ 23,850 23,900 കോൾ ഓപ്ഷൻ അറൗണ്ട് 115-120 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 23,850 ട്രേഡിങ് അറൗണ്ട് 150. പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 23,900 എന്തായാലും ചെറിയ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 24,050 നോക്കാം. 24,050 ട്രേഡിങ് അറൗണ്ട് 135. അതുപോലെ തന്നെ 24,100 24,100 put option trading around 170.
ഈ സ്ട്രൈക്ക് പ്രൈസസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരു കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 925 ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി 24,000 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ട്രേഡ്സ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. സമയം 2 മണി ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു 11:30 മുതൽ 1:30 വരെയുള്ള ഒരു റേഞ്ചിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പുൾ ബാക്ക് വന്നു. ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് പോലെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ ഒരു എൻട്രി അവോയ്ഡ് ചെയ്തു. ഇപ്പോൾ ഒരു 23,980 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ന്യൂ ഡേ ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. 23,850 കോൾ ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 165 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 145 ഒരു എൻട്രി. അപ്പോൾ നമുക്ക് 2 ലോട്ട് ലിമിറ്റ് ഓർഡർ 145 ഇട്ട് വയ്ക്കാം. 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസിൽ. ഇതുവരെയുള്ള ഡേ ഹൈ വന്നിട്ടുള്ളത് പുട്ട് ഓപ്ഷൻ 23,000, കോൾ ഓപ്ഷൻ 23,850 ഇതുവരെ ഹൈ വന്നിട്ടുള്ളത് 175 ആണ്. ഇപ്പോൾ ഒരു 165 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്കൊരു 145 എൻട്രി ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടും. ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ 24,000 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹയർ ലെവൽസിൽ എൻട്രി വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് നോക്കാം. ഏകദേശം ഇപ്പോൾ ഇതിൻ്റെ ഒരു മൊമെൻറ്റം വരാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഓർഡർ ആക്റ്റീവായിട്ടില്ല. ട്രേഡ് 175 ട്രേഡ് ചെയ്യുന്നുണ്ട്. 169 വരെയാണ് വന്നത്. ഡേ ഹൈ 199 ആണ് ഇതുവരെയുള്ള ഡേ ഹൈ വന്നിട്ടുള്ളത്. 23,850 കോൾ ഓപ്ഷൻ 3 മണിക്കുള്ളൊരു മൂവ്മെൻറ്റിൽ ആക്റ്റീവ് ആവുമോ നമുക്ക് നോക്കാം. എന്തായാലും 145 നമുക്ക് വേണ്ടത്. കോൾ ഓപ്ഷൻ 23,850 24,000 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. 24,011.60 ആണ് ഇതുവരെയുള്ള ഡേ ഹൈ. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് ആക്റ്റീവായിട്ടില്ലെങ്കിൽ ഇന്നൊരു നോ ട്രേഡ് ഡേ ആണ്. ഇന്ന് ട്രേഡ്സ് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും നോ ട്രേഡ് ഡേ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നല്ല ട്രേഡ്സ് വരികയാണെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നാളെ മന്ത്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ നാളത്തെ ട്രേഡിങ് എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് നോ ട്രേഡ് ഡേ ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ 3 മണിക്കും ഒരു മൂവ്മെൻറ്റ് ബൈയിങ് സൈഡ് ഹയർ ലെവലിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. 24,000 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ക്യാൻസൽ ചെയ്തു. അപ്പോൾ നാളെ മന്ത്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ നാളെ നമുക്ക് ട്രേഡ് കിട്ടുമെന്ന് വിചാരിക്കാം. എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.